റിസർമി.ന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന റിസോർട്ടിലെത്താൻ സാധിക്കും. ആദ്യമേ പറഞ്ഞുതരാം, ഏകദേശം ഒരു 200 വർഷത്തോളം പഴക്കമുള്ള ഒരു തറവാടിനെ റിന്യൂ ചെയ്ത് നല്ലൊരു ഗംഭീരമായ സ്റ്റേ ആക്കി അവരതിനെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഒരുപക്ഷെ ഇങ്ങനെയുള്ള സ്റ്റേ അത്ര അറിയാൻ സാധ്യതയില്ല. എന്നാൽ പഴയ തലമുറയിലെ ആൾക്കാർക്ക് ഇതൊക്കെ വളരെ ഒരു ഓർമ്മകളായിരിക്കും. നമുക്കെന്തായാലും റിസോർട്ടിലേക്ക് ചെന്നിട്ട് ഇവിടെയുള്ള എല്ലാ ഫെസിലിറ്റീസും റൂമും അതിൻ്റെ എല്ലാ സൗകര്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ റിസപ്ഷൻ്റെ മുന്നിലാണ്. അതിൻ്റെ നേരെ മുന്നിലായിട്ട് നിങ്ങൾക്കൊരു വിളക്കൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. നമുക്കിന്ന് റിസപ്ഷനിലേക്ക് പോകാം. വാ. നമ്മൾ റിസപ്ഷൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ ഇവിടെ ഈ ചന്ദനത്തിൻ്റെ ഒക്കെ സ്മെല്ലുള്ളത് കൊണ്ട് ഒരു ദൈവിക അനുഭൂതി നമുക്കിവിടെ ഫീൽ ചെയ്യും. അത്തരത്തിലൊരു ആംബിയൻസാണ് മൊത്തത്തിൽ ഇതിൻ്റെ ഉള്ളിലുള്ളത്. അതേപോലെ നിങ്ങൾക്കിവിടെ ഗണപതിയുടെ ഒരു പ്രതിമയൊക്കെ കാണാൻ പറ്റും. ഇത് കംപ്ലീറ്റ് ഒറ്റത്തടിയിൽ തീർത്ത കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറച്ച് വേറെയും വുഡ് വർക്കുകൾ അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ റിസപ്ഷനിൽ വന്ന് നിങ്ങളുടെ ID കാർഡൊക്കെ കൊടുത്ത ശേഷം നിങ്ങളുടെ ബാലൻസ് പേയ്മെൻറ്റൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഏത് റൂമാണോ റിസർവ് ചെയ്തത് നിങ്ങൾക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അതേപോലെ തന്നെ ഈ ഒരു റിസപ്ഷൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ക്ലോക്കും അതേപോലെ തന്നെ സോഫ, വളരെ നല്ല ഗംഭീരമായിട്ടുള്ള സോഫയും, പിന്നെ ഒരു വലിയൊരു മരത്തിൻ്റെ വേരിൻ്റെ ഭാഗം കംപ്ലീറ്റ് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള നല്ലൊരു ടേബിളാക്കി അവർ മാറ്റിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ ഈ ഒരു ഭിത്തി മൊത്തമായിട്ട് വരുന്നത് കംപ്ലീറ്റ് വുഡ് വർക്കാണ് കേട്ടോ. ഇനി നമുക്ക് മറ്റ് ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. നമ്മൾ ഈ റിസപ്ഷൻ്റെ നേരെ ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന സമയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. പല ടൈപ്പ് മരങ്ങളും ഇതൊക്കെ വെച്ചിട്ട് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് അവർ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മെയിനായിട്ട് കയറി പോകുന്ന ഈ വഴികളിലൊക്കെ ചെറിയ ലൈറ്റൊക്കെ വെച്ച് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോസൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ വളരെ നല്ല ഫ്രെയിമുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ നിന്ന് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് അതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. ഇനി നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ക്യാരംസ് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ടേബിൾ ടെന്നീസ് കൊടുക്കുന്നുണ്ട്, പിന്നെ ബേസ്ബോൾ, ഇങ്ങനെയുള്ള ചെറിയ ആക്ടിവിറ്റീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് പുറമെ ഈ ഒരു 5 കോട്ടേജിനും കൂടെ കോമൺ ആയിട്ട് അവർ ഒരു പൂളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ ഒരു പൂളൊന്ന് കണ്ടിട്ട് വരാം. ഇത് ഏകദേശം 5 കോട്ടേജുകളാണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. ഈ കോട്ടേജുകളുടെ ഒക്കെ ഏകദേശം സെൻറ്റർ ഭാഗം വരുന്നത് ഈ ഭാഗത്താണ്. ഈ ഭാഗത്തായിട്ടാണ് നമുക്കുള്ള കോമൺ പൂൾ അവർ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് പൂളിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്പേസ് അവർ കൊടുത്തിട്ടുള്ളത്. കൂടെ കുട്ടികളൊക്കെ വരികയാണെങ്കിൽ അവർക്കും ഇവിടെ ഈ ഒരു പൂളിൽ ഇറങ്ങാൻ പറ്റും. ഞാൻ എന്നും എല്ലാ വീഡിയോയിലും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ പൂളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ കുളി കഴിഞ്ഞിരിക്കണം. അതായത് ബാത്തിങ്ങിന് ശേഷം മാത്രമേ പൂളിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രാവലൊക്കെ ചെയ്ത് വരുന്നതായിരിക്കും, കംപ്ലീറ്റ് സ്വെറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഉൾപ്പെടെ നിങ്ങൾ ഡയറക്റ്റ് ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വേറെയും ഫാമിലീസും അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഇതിലേക്ക് ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് ബാത്തിങ് കഴിഞ്ഞ ശേഷം മാത്രം പൂളിലേക്ക് ഇറങ്ങും. പിന്നെ ഇതൊരു ഇൻഫിനിറ്റി ടൈപ്പ് പൂളാണ്. അതുകൊണ്ട് ഡൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ഇതിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു ഇഷ്യൂസും കൂടെ ഉണ്ട്. പിന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇലകൾ വീണത് കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആക്കാത്തതല്ല കേട്ടോ. ഇവിടെ നേരെ തൊട്ട് സൈഡിലായിട്ട് വലിയൊരു മരമുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാറ്റടിക്കുന്ന സമയത്ത് ഇല വീഴുന്നതാണ്. അപ്പോൾ ഇതാണ് പൂളിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിനി ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. നമുക്കിവിടെ എങ്ങനെയൊക്കെയാണ് ഫെസിലിറ്റീസ് ഉള്ളത് നോക്കിയിട്ട് വരാം. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഏകദേശം 20 മുതൽ 22 മെമ്പേഴ്സിന് വരെ അറ്റ് എ ടൈം ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള ഒരു ഫെസിലിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആൻറ്റി കളക്ഷൻസൊക്കെ വരുന്നുണ്ട്. ഈ റൂട്ട് തന്നെയാണ് അതവർക്ക് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ആ കളക്ഷനിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും കാണാത്ത ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. നിങ്ങൾക്കത് ശരിക്കും ഒരു കൗതുകമേറിയ കാഴ്ചയായിരിക്കും. പല റിസോർട്ടുകളിൽ നമ്മൾ പല രീതിയിലുള്ള ബൊഫെ അറേഞ്ച്മെൻറ്റ്സ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ബൊഫെ അറേഞ്ച്മെൻറ്റാണ്. നമ്മുടെ പഴയ വിറകടുപ്പിൻ്റെ മുകളിൽ ചട്ടിയൊക്കെ വെച്ചിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ ബൊഫെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഗ്രൂപ്പായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ സൗണ്ട്, അതായത് മ്യൂസിക്കൊക്കെ വെച്ച്
ഒന്ന് ചില്ല് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സൗണ്ട് ബോക്സ് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഈ ഒരു കാര്യത്തിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇവിടെ അവർ കൊടുത്തിട്ടുള്ളത്. സ്വിമ്മിംഗ് പൂള്, ചെറിയ ആക്ടിവിറ്റീസ്. ജനുവരി മാസത്തിന് ശേഷം ഇവർ ഇനിയും ഇവിടുത്തെ ഇൻഡോർ ആക്ടിവിറ്റീസിന് എണ്ണം കൂട്ടുന്നതായിരിക്കും. പിന്നെ ഇത് ഒരു പ്രീമിയം കാറ്റഗറിയിൽപ്പെട്ട കോട്ടേജുകളാണ് മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം വയനാട്ടിൽ ഇത്തരത്തിലുള്ള നല്ല നല്ല റിസോർട്ടുകളെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ ഓരോ കാറ്റഗറിയിൽപ്പെട്ട റൂംസ് ഒന്ന് കണ്ടുനോക്കാം. അതിലാദ്യം നമ്മൾ കാണാൻ പോകുന്നത് 4 കെട്ട് എന്ന് പറയുന്ന കോട്ടേജാണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം.